വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പഠനമാണ് നമ്മളതിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, സ്മുർണ സഭയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില ചിന്തകൾ നമ്മൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാലഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എഫെസോസിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആദ്യ സ്നേഹം വിട്ടുപോയി. അതാണ് എഫെസോസ് സഭയുടെ ഒരു പ്രശ്നം, ഒരു ന്യൂനത. ഒത്തിരി ന്യൂനതകളുണ്ട്, പക്ഷേ അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മളൊരു ചെറിയ വിശദീകരണം നമ്മൾ ചെയ്തിരുന്നു, അല്ലേ? എന്തായിരുന്നു? കർത്താവ് പറഞ്ഞൊരു ഉപമയും കൂടെ നമ്മളതിനകത്ത് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞ ഉപമ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപമ നമ്മൾ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് എഫെസോസ് സഭയെക്കുറിച്ച് നമ്മളൊരു ചെറിയ വിശകലനം ചെയ്തത്. എഫെസോസ് സഭയുടെ ഉത്ഭവ സമയത്ത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന സ്ട്രഗിളിനെ കുറിച്ചും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ തോതിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എഫെസോസ് സഭയുടെ അന്നത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ചരിത്ര പശ്ചാത്തലം എന്നൊക്കെ പറയുമ്പം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി, പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി അപ്പോസ്തലന്മാർ ചെല്ലുന്ന സമയത്ത് ഒരു തരത്തിലും അവർക്ക് അവിടെ അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. അതിന് കാരണം അവർ വളരെ ദുർമാർഗത്തിൽ നടക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതമായിരുന്നു അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്. അന്നാട്ടിലെ എഫെസോസിലെ ആളുകളുടെ പ്രകൃതം എന്ന് പറയുന്നത് യാതൊരു മര്യാദയില്ലാത്തവരായിരുന്നു. ഒരു ഉദാഹരണം അതിനോട് കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ലോത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, മര്യാദഘട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ തിങ്ങി താമസിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം എന്ന് പറയുന്നത്. അത് അവരുടെ വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇടുകിച്ചേർത്ത് കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. അതാണ് ആർത്തിമസ് ദേവി എന്നൊക്കെ ഞാൻ അന്ന് പറയാനുള്ള കാരണം ഉണ്ടായത്. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആളുകളോട് ഏത് നിലയിലാണോ മിഷണറിമാർ അവിടെ അവർക്ക് സുവിശേഷം പങ്കുവെച്ചത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നമ്മുടെ കുന്നംകുളം പട്ടണത്തിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാട്ടിലൊക്കെ ഏകദേശം 2000 വർഷത്തിൻ്റെ പഴക്കം സുവിശേഷത്തിന് ഉണ്ടെന്നുള്ളതാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. തോമസ് ലീഗ ഇവിടെ വന്നതോടുകൂടി നമുക്ക് ആ ഒരു ട്രഡീഷൻ ഉണ്ട്, ആ ഒരു പാരമ്പര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ ആ കാലഘട്ടത്തിൽ അത്രയും ബുദ്ധിമുട്ട് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു എഫെസോസ് പട്ടണത്തിലേക്ക് പ്രത്യേകത എന്ന് പറയുന്നത്. കേരളത്തിലൊക്കെ ക്രൈസ്തവ സഭ പെട്ടെന്ന് വേര് പിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതൊക്കെ ക്രൈസ്തവ സഭയ്ക്ക് അത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ വേരുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എഫെസോസിലും അങ്ങനെ സംഭവിച്ചു. പക്ഷേ അതിനുവേണ്ടി സ്ട്രഗിൾ അവർക്ക് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ മര്യാദഘട്ട ജനങ്ങളുടെ ഇടയിൽ കടന്നു ചെന്ന് സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനേക്കാൾ ഉപരി ഒരു ശ്രമകരം ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. അവിടെയാണ് നമ്മുടെ അപ്പോസ്തലന്മാരൊക്കെ കടന്നു ചെന്ന് നമ്മുടെ PPC ഒക്കെ ചെയ്യുന്നത് പോലെ വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ ഒരു ശ്രമം നമ്മൾ നടത്തി. കർത്താവ് പറഞ്ഞ ഒരു ഉപമ നമ്മളവിടെ ക്ലോട്ട് ചെയ്തു. ആ സഭ ഒരു നല്ല നിലവാരത്തിലേക്ക് വന്നുവെങ്കിലും ആ സഭ അതിൻ്റെ ആദ്യത്തെ നിലവാരത്തിൽ, ആത്മീക നിലവാരത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയി, അല്ലേ? ആ റേഷ്യോ എന്ന് പറയാമോ? മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയിൽ പറയുന്ന സംഭവം നമ്മളത് ഇതുമായിട്ട് ക്ലോട്ട് ചെയ്ത് നമ്മൾ ചിന്തിച്ചു. അവിടെ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടു, ഒത്തിരി വ്യത്യസ്തമായ പ്രതലങ്ങളിൽ വീണു. നല്ല സ്ഥലത്ത് വീണ വിത്ത് എന്ത് ചെയ്തു? 100, 60, 30 മേനിയായിട്ട് അത് വിളഞ്ഞു, അല്ലേ? അതിൻ്റെ വിളവെടുക്കാൻ സാധിച്ചു. പക്ഷേ ആ റേഷ്യോയിൽ നമ്മളൊന്ന് ചെറിയ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തി, അല്ലേ? ആ 100 എന്ന് പറയുന്നത് ആത്മീക നിറവ് തന്നെ, അല്ലെങ്കിൽ സഭയുടെ ആദ്യ സ്നേഹത്തിൻ്റെ ആ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. പക്ഷെ പിന്നീട് ഈ സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആദ്യ സ്നേഹത്തിന് അവർ പുറകോട്ട് താഴോട്ട് വന്നു. 60 മേനി വിളവ് കൊടുക്കാനേ സാധിച്ചുള്ളൂ. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ കാലഘട്ടത്തിലെ പോലെ തന്നെ ആത്മീയത തന്നെ ഇല്ലാത്ത നിലവാരത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു നിലവാരം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു, നമ്മുടെ ആത്മീക നിലവാരം ഏത് നിലവാരത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതാ എഫെസോസ് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. അങ്ങനെ സംഭവിച്ചപ്പോൾ സ്മുർണ കാലഘട്ടത്തിലേക്ക് സഭാ കാലഘട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു 7 സഭാ കാലഘട്ടങ്ങളെ കാണിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ ഉത്ഭവം മുതൽ, ക്രൈസ്തവ സഭയുടെ ഉത്ഭവം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള, അല്ലെങ്കിൽ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കാലയളവുകളുടെ ഒരു പട്ടികയാണ് 7 സഭകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് കൊടുത്തിട്ടുള്ള ദൂതുകളിലൂടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ സ്മുർണ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. എന്തായിരുന്നു സ്മുർണ സഭയുടെ പ്രത്യേകത? കയ്പിൻ്റെ അനുഭവം, അല്ലേ? എന്താ അവർ കയ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ക്രൈസ്തവ സഭ നല്ല നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താ? അവരുടെ ആദ്യ സ്നേഹത്തിൽ നിന്ന് അവരെ പുറകോട്ട് വന്നപ്പോൾ ആ സഭയെ വീണ്ടും അവരുടെ ആദ്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം അവരെ ബിൽഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ഇങ്ങനൊരു സിസ്റ്റം ദൈവം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം അത് ചെയ്യും. നമ്മളവിടെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചില ചെത്തലുകളും വെടിപ്പാക്കലും ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ മുന്തിരിയെക്കുറിച്ച് ഞാൻ ചെറിയ തോതിൽ നമ്മൾ ഇതിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും, സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ പ്രവാചക പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി എനിക്കത് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വൈഫ് വീട്ടിലൊരു ചെറിയ മുന്തിരിവള്ളി, ഞാൻ അറിഞ്ഞില്ല, നട്ടു. പക്ഷേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട്ടിലൊരു മുന്തിരിവള്ളി നടണമെന്നുള്ളത്. പുള്ളിക്കാരത്തി അത് നട്ടു. പക്ഷേ ഇതിനെങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളിക്കാരത്തിയും അറിയില്ല. പുള്ളിക്കാരത്തി വിചാരിച്ച് സാധാരണ ചെടികളൊക്കെ നടന്നതുപോലെ നട്ടു കഴിഞ്ഞാൽ അത് വളർന്നു കഴിഞ്ഞാൽ അതിൽ കായ് ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. എൻ്റെയും പ്രതീക്ഷ അതായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അറിയുന്നത് ഇത് കുറച്ച് വലുതായതിനു ശേഷം ഞാൻ ആ വീട്ടിൽ ഈ സംഭവം തന്നെ അറിയുന്നത്. കൺമുമ്പിലാണ് നിൽക്കുന്നത്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവനോട് പറഞ്ഞു, ഇത്രയും കാലമായി പക്ഷേ ഇതുവരെ ഒന്നും കായ്ച്ചിട്ടില്ല ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ കാണിച്ചു. അപ്പോൾ ഞാൻ ബൈബിളിലേക്ക് ഒന്ന് ചിന്തിക്കാനുള്ള കാരണം, ഒരു മുന്തിരിവള്ളി കായ്ക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അതിൻ്റെ കൊമ്പുകൾ പതുക്കെ കട്ട് ചെയ്ത് കളയണം. എനിക്കത് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു. പുള്ളിക്കാരത്തി പലയിടത്തും അതിൻ്റെ കൊമ്പുകളൊക്കെ പതുക്കെ വെട്ടിക്കളഞ്ഞു. ചെറിയ ചെറിയ കൊമ്പുകൾ പലയിടത്തേക്കും ശാഖകളായിട്ട് പോയതൊക്കെ പലയിടത്തും അറുത്ത് കളഞ്ഞ് അധികം ദിവസം ആയില്ല, പതുക്കെ ചെറിയ ചെറിയ മണികളൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ നോക്കുക, വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് പറയുന്ന സന്ദേശം വെറുതെ പറയുന്നില്ല. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അത് ചെത്തിവെടിപ്പാക്കും. സ്മുർണ സഭയ്ക്കുണ്ടായ സംഭവം അത് തന്നെയാണ്. എഫെസോസ് കാലഘട്ടത്തിൽ അവരുടെ ഫലം കായ്ക്കുന്നതിൽ അവർ കുറവ് കാണിച്ചപ്പം, ആദ്യ സ്നേഹത്തിൽ നിന്ന് അവർ വഴുതിപ്പോയപ്പം വീണ്ടും അവരെ ആത്മീക നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം അവരെ പീഡനത്തിലൂടെ കടത്തിവിട്ടു. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്താ മുന്നറിയിപ്പ്? 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ഇതിനെക്കുറിച്ച് പറയുന്ന വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഈ 10 ദിവസത്തെ ഉപദ്രവം എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റോമൻ ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. അതിക്രൂരന്മാരായ റോമൻ ചക്രവർത്തിമാർ ക്രൈസ്തവ സഭയ്ക്ക് നേരെ അഴിച്ചുവിട്ട പീഡനങ്ങൾ എന്ന് പറയുന്നത് സഹിക്കാനാകാത്തതാണ്. ഇന്നും വ്യത്യസ്തമായ തലങ്ങളിൽ ക്രൈസ്തവ സഭ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇല്ലെന്നുള്ളതല്ല. പക്ഷേ അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പീഡനം അത്രയും അസഹനീയമായ നിലവാരത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വേദനകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരുമ്പം നമ്മൾ പാട്ടുപാടുന്ന അത്രയും സുഖം ഉണ്ടാകില്ല, അല്ലേ? നമ്മൾ പാട്ടുപാടുന്ന വീഴുന്നതോ തീയിലല്ല, പിന്നെങ്ങനെ യേശുവിൻ്റെ കരങ്ങളിലാണെന്നൊക്കെ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ പാടും. അതിന് ശ്രുതി തെറ്റാതെ, താളം തെറ്റാതെയൊക്കെ ഒരു പക്ഷെ നമ്മൾ മനോഹരമായിട്ട് പാടിയെന്ന് വരും. പക്ഷേ ജീവിതത്തിലേക്ക് അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലും സെമിനാർ പങ്കെടുക്കുന്ന സമയത്ത് അവിടുത്തെ ടോപ്പിക്ക് വിഷയം എന്തായിരുന്നു വെച്ചാൽ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നുള്ളതാണ്. ശേഷിച്ചിരിക്കും കാലം എന്നുള്ള ടോപ്പിക്കായിരുന്നു കൊണ്ടുവന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ക്രിസ്തുവിന് വേണ്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആത്മീക ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മളിൽ ശേഷിച്ചിരിക്കുന്ന കാലം അത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചു വന്നപ്പോൾ കഷ്ടതയും പരിവട്ടവും ഒക്കെ തന്നെയായിരുന്നു അതിനകത്ത് നിറഞ്ഞു നിന്നിരുന്നത്. പറയട്ടെ, നമ്മുടെ ആത്മീക വർധനവ് അതൊരിക്കലും 100-ൽ നിന്ന് 60-ലേക്കും 60-ൽ നിന്ന് 30-ലേക്കും താഴേക്ക് പിന്നെയും താഴേക്ക് പോകാതെ എന്തു ചെയ്യണം? ചില ശോധനകളൊക്കെ വരുമ്പം നമ്മൾ മനസ്സിലാക്കണം, അതെൻ്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ്, അത് നമ്മളെ മുത്തുപോലെ പുറത്തെടുക്കുവാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം സഹിഷ്ണുതയോടെ നമുക്കത് സഹിക്കുവാനുള്ളൊരു കൃപയും കൂടെ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കണം. ഓക്കെ, ഇതായിരുന്നു സ്മുർണ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവരോട് പറയുന്ന ഒരു ദൂത് കൂടെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 2:9 വാക്യം, മരണപര്യന്തം എങ്ങനെയിരിക്കണം? വിശ്വസ്തരായിരിക്കണം, പരാജയപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ളവർക്കുള്ള ഓഫറാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്, അല്ലേ? നമ്മൾ പെർഗമോസ് സഭയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, 3ാമത്തെ സഭ നമ്മൾ പരിചയപ്പെടുന്നത് പെർഗമോസ് സഭയാണ്. പെർഗമോസ് സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ കഷ്ടതയുടെ അവസ്ഥയിൽ നിന്ന്
കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലേക്ക് വന്ന ഒരു സഭയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അതിനെ ചെത്തി വെടിപ്പാക്കി കുറച്ചൊരു നല്ല കാലാവസ്ഥയിലേക്ക് വന്നു, ഫലം കായ്ച്ചു തുടങ്ങുന്ന ഒരു കാലാവസ്ഥയിലേക്ക് സഭ കടന്നു വന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അപ്പം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ആ കാലഘട്ടത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കുസ്തന്തീനോസിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിച്ചു വരുമ്പോൾ അദ്ദേഹം ക്രൈസ്തവ സഭയെ ചേർത്ത് പിടിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്രൈസ്തവ സഭയുടെ രാജകീയമായ പ്രൗഢിയിലേക്ക് എത്തിച്ചേരുവാൻ നിദാനമായി തീർന്നത് കുസ്തന്തീനോസ് ചക്രവർത്തിയായിരുന്നു. ചരിത്രത്തിലെ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ചർച്ച് ഹിസ്റ്ററി പഠിച്ച സമയത്ത് കുറച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 312 മുതൽ 606 വരെയുള്ള ഒരു കാലഘട്ടമാണെന്നുള്ളതാണ് പൊതുവെ പണ്ഡിതന്മാരൊക്കെ കണക്കാക്കുന്നത്. ആ ഒരു നിലവാരത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ആ സമയത്തൊന്ന് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുസ്തന്തീനോസ് ചക്രവർത്തി ആ കാലഘട്ടത്തിലുണ്ടായ തനിക്ക് നേരിട്ട ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ താൻ പരാജയപ്പെടും എന്നുള്ള ഒരു ചിന്ത തന്നെ ഭരിച്ച സമയത്ത്, താൻ ഉറങ്ങിക്കിടന്ന ആ സമയത്ത് താനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു: ആകാശത്തൊരു കുരിശടയാളം കാണിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദീകരിക്കാം. അപ്പം കുരിശടയാളം കണ്ടു, ഇതിനാൽ നീ ഇതിനെ ജയിക്കുക, ഈ യുദ്ധത്തിൽ ജയിക്കുക എന്ന ഒരു എഴുത്തും കണ്ടെന്നാണ്, സ്വപ്നത്തിൽ കണ്ടെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് അറിയില്ല, കൃത്യമായിട്ട് അറിവുകളില്ല, കേട്ടറിവുകൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ചെയ്തത് ഈ കുരിശടയാളം അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്ക് അതിനൊരു ചിഹ്നമായിട്ട്, അവരൊരു ചിഹ്നമായിട്ട് അവർ അംഗീകരിക്കുകയും ആ ചിഹ്നം വെച്ച് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. ആ യുദ്ധത്തിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലേക്കല്ല അദ്ദേഹം വന്നത്, ക്രൈസ്തവ മതം രൂപീകരിക്കുകയാണ് ചെയ്തത്. നോക്കുക, നമ്മൾ ഏത് കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ നോക്കിയാലും വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ക്രിസ്തീയ മതത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ മതത്തിൻ്റെ വലയങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വിശുദ്ധ വേദപുസ്തകം മതങ്ങൾക്ക് സപ്പോർട്ടല്ല. ഒന്നുകൂടെ ഊന്നി പറഞ്ഞാൽ, യഹൂദ മതത്തിന് പോലും ദൈവം സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ മാനുഷികമായിട്ടുള്ള രൂപകൽപ്പനകളിലൂടെ വന്നിട്ടുള്ളതാണ് മതങ്ങളുടെ ആവിർഭാവങ്ങളൊക്കെ. നമ്മുടെ വിശ്വഗായകനൊക്കെ പാടിയ പാട്ടിൻ്റെ വരികളൊക്കെ നമുക്ക് ഓർക്കുമല്ലോ. നമ്മൾ പാടണ്ട, പക്ഷെ നമുക്ക് ആ വരികൾ അറിയാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, അല്ലേ? മനുഷ്യനും മതങ്ങളും കൂടി എന്ത് ചെയ്തു? മണ്ണ് പങ്കുവെച്ചു. ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാലോ. യുദ്ധത്തിൻ്റെ ശ്രുതികളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ റിസൾട്ടുകളൊക്കെ നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ഇതിൻ്റെ കാരണം? മതം തലയ്ക്ക് പിടിച്ചു. മതം തലയ്ക്ക് പിടിച്ച് എന്തും ചെയ്യാമെന്നുള്ള ധാരണയിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പൊ നോക്കിക്കേ, അതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ആ പാട്ടിൻ്റെ വരികളിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ മനസ്സുകളൊക്കെ ആയുധപ്പുരകളായെന്നാണ്. നമ്മുടെ മനസ്സുകളൊക്കെ എന്തായി? ആയുധപ്പുരകളായി. നമുക്ക് കണ്ടാലറിയാതായി. മനുഷ്യർക്ക് തമ്മിൽ കണ്ടാലറിയാത്ത സാഹചര്യത്തിലേക്ക് മനുഷ്യൻ്റെ അവസ്ഥകൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, ഇവിടെ കുസ്തന്തീനോസ് ചക്രവർത്തി ഒരു നല്ല മനസ്സോടുകൂടെ ചെയ്തതായിരിക്കാം ഒരു പക്ഷെ സംഭവിച്ചതെന്താ? രാജകീയമായ നിലവാരത്തിലേക്ക് ആ സഭ, ക്രൈസ്തവ സഭയെ താൻ ഉയർത്തിയപ്പോൾ അതൊരു മതമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ വളർച്ച ഒരു വേറെ രീതിയിലായിരുന്നു. അതിൻ്റെ ആത്മീക നിലവാരത്തിൽ നിന്ന് അത് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നു. അതിനെക്കുറിച്ച് ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് കാണുന്ന ക്രൈസ്തവ സഭകളുടെ രൂപങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ എങ്ങനെയാണ് ആവിർഭവിച്ചത്, എന്തായിരുന്നു ക്രൈസ്തവ സഭയുടെ തനത് സ്വരൂപം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അത് വിട്ട് ഇന്ന് കാണുന്ന ക്രൈസ്തവ സഭയുടെ ഈ ഒരു ശൈലിയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് അവിടുന്ന് ആ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഒത്തിരി നീണ്ട ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ ചിന്തിച്ച് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ചിന്തിക്കുന്നു.